കർക്കിടക വാവ് ദിനത്തോടനുബന്ധിച്ച് അയിലൂർ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തി. ശ്മശാനത്തിന് സമീപത്തെ അയിലൂർ പുഴയോരത്താണ് പിതൃസ്മരണയിൽ ബലിതർപ്പണം നടന്നത്. നിരവധി വിശ്വാസികൾ ചടങ്ങിൽ പങ്കെടുത്തു. ഒരേ സമയം 30ഓളം പേർക്കിരുന്ന് ബലിതർപ്പണ ചടങ്ങുകൾ നടത്താൻ കഴിയുന്ന രീതിയിലാണ് പുഴയോരത്ത് സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നത്. ആചാരപ്രകാരമുള്ള ചടങ്ങുകളിൽ പങ്കെടുത്ത് വിശ്വാസികൾ പിതൃക്കളുടെ ആത്മശാന്തിക്കായി പ്രാർത്ഥനകൾ അർപ്പിച്ചു. അയിലൂരിൽ സേവാഭാരതിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി 9 വർഷമായി പിതൃതർപ്പണ ചടങ്ങുകൾ നടത്തിവരികയാണ്. ഓരോ വർഷവും കർക്കിടക വാവ് ദിനത്തിൽ പുഴയോരത്തെത്തുന്ന വിശ്വാസികൾക്ക് ബലിതർപ്പണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ സേവാഭാരതി പ്രവർത്തകർ ഒരുക്കുന്നു. നമ്മുടെ പിതൃക്കൾക്ക് നമ്മൾ ചെയ്യുന്ന ഓർമ്മകൾ അടുത്ത തലമുറയ്ക്കും പകരുന്നതിന് വേണ്ടി നമ്മുടെ പ്രദേശത്തും പ്രദേശത്തല്ലാത്ത വിവിധ പ്രദേശങ്ങളിലും ഈ വിശേഷ ദിവസങ്ങളിൽ ബലിതർപ്പണം ചെയ്യുന്നതിന് വേണ്ടി തിക്കും തിരക്കുമായി മറ്റു പ്രദേശങ്ങളിൽ പോയി ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ അയിലൂർ കിഴക്കോട്ടൊഴുകുന്ന പുഴയോട് ചേർന്നിട്ട് വിപുലമായി 9 വർഷമായിട്ട് ഈ വാവ് ബലിതർപ്പണം ചെയ്തുകൊണ്ട് വരികയാണ്. അതിന് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. പുഴയോരത്തെ ശാന്തമായ അന്തരീക്ഷത്തിൽ പിതൃസ്മരണയും പ്രാർത്ഥനയും നിറഞ്ഞതായിരുന്നു അയിലൂരിലെ കർക്കിടക വാവ് ചടങ്ങുകൾ. സേവാഭാരതി പ്രസിഡന്റ് മുരളീധരൻ, സെക്രട്ടറി യോഗേഷ് അരിപ്പാറ, ട്രഷറർ രമേശ്, IT കോർഡിനേറ്റർ ബിജുക്കുട്ടൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മൾക്ക് ശ്രാദ്ധം അല്ലെങ്കിൽ ചാത്തം എന്ന് പറയും. ഇത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുള്ളവർക്ക് ഈ കർക്കിടക മാസത്തിലെ വാവ് ബലി അതൊരു നല്ലൊരു ചാൻസ് കൂടിയാണ്. ചെയ്യാത്ത കർമ്മങ്ങൾക്ക് ചെയ്യാനൊരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രധാന കടമ. ഈ അയിലൂർ പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സേവനം ചെയ്യുന്ന ആളുകൾ, പല വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഞങ്ങളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിതൃകർമ്മം ചെയ്യാത്ത ഒരുത്തരും മുന്നോട്ട് പോകാൻ കഴിയില്ല. ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ, പിതൃവിശ്വാസം ഉണ്ടായേ പറ്റൂ. കാരണം സന്താനഭാഗ്യം വേണമെങ്കിൽ പിതൃക്കളുടെ ദോഷമില്ലെങ്കിൽ സന്താനഭാഗ്യം ഉണ്ടാവും. വിദ്യാഭ്യാസം ആയിക്കോട്ടെ, വീട് നിർമ്മാണം ആയിക്കോട്ടെ, ഒരു കല്യാണം ആയിക്കോട്ടെ, പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ നടക്കൂ. അതുകൊണ്ട് എനിക്കൊരു അഭ്യർത്ഥന, എല്ലാ കൊല്ലങ്ങളും ചാത്തം മൂട്ടാത്തവർ അല്ലെങ്കിൽ ശ്രാദ്ധം കഴിക്കാത്തവർ ഈ കർക്കിടക മാസത്തിലെ വാവ് ബലി ദിവസം അവർക്ക് അടുത്ത് എവിടെയാണോ സൗകര്യം ആ സ്ഥലത്ത് ചെന്ന് പിതൃകർമ്മങ്ങൾ ചെയ്യണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.